നമ്മളിപ്പോ ആലപ്പുഴ ജില്ലയിലാണ്. കാണാലോ ഭയങ്കര മഴയാണ്. കൊടുമഴ വെച്ചാൽ കൊടുമഴയാണ്. ഭയങ്കര രസമാണ് മഴയത്ത് ആലപ്പുഴ കാണാൻ വേണ്ടിയിട്ട്. മഴ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ആലപ്പുഴയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവ്വം ഇവിടെ വന്നിരിക്കുക മഴക്കാലത്ത്. ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ നിറച്ച് വെള്ളമാണ്, റോഡിൽ നിറച്ച് വെള്ളമാണ്. പാടം ഏതാണ് റോഡ് ഏതാണെന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. കുറേ പേര് വണ്ടി തള്ളണം. അങ്ങനെ ഭയങ്കര രസം. അത് കാണാനോ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഈ സമയത്ത് തന്നെയാണ് ആലപ്പുഴയ്ക്ക് വന്നത്. അന്ന് വന്നപ്പോൾ നമ്മൾ പാതിരാമണലിൽ കംപ്ലീറ്റ് മഴയൊക്കെ നനഞ്ഞ് കുതിർന്ന് അടുത്ത് പൊളിച്ച് പോയതാണ്. ഇപ്രാവശ്യം ആ ഒരു ഇന്റൻഷൻ തന്നെ വന്നിരിക്കുകയാണ്. മഴ ശരിക്കും ആസ്വദിക്കാൻ തന്നെ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ബോട്ട് ജെട്ടിയിലാണ്. ആലപ്പുഴയിലെ ബോട്ട് ജെട്ടിയാണ് ഇത്. കേരളത്തിലെ വലിയ ബോട്ട് ജെട്ടികളിൽ ഒന്നാണ്. 100 വർഷത്തേക്കുള്ളിൽ പഴക്കമുള്ള ബോട്ട് ജെട്ടിയാണ്. രാവിലെ മോർണിംഗ് ടൈമാണ്, മഴയാണ്, ഭയങ്കര രസമാണ് ഇവിടുത്തെ ഇങ്ങനെ നിൽക്കാൻ തന്നെ. ഇനിയിപ്പോൾ ഒരു ചെറിയ ചായക്കടയുണ്ട്, അവിടെയൊക്കെ ചെറിയ ചായയൊക്കെ കുറിച്ച് പതുക്കെ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യാൻ പോവാണ്. ഈ ഒരു ചായക്കട ഉള്ള കേട്ടോ ഇവിടെ? ഒരു ചായക്കടയുള്ളൂ. നമുക്ക് ഒരു ചായ കുടിച്ചു പോവാമേ. ചേട്ടാ തണുപ്പുള്ള ചായല്ലേ? നല്ല ചൂട്. രാവിലെ മഴയത്തില്ലേ നല്ല ഏർലി മോർണിംഗ് നല്ല ചൂട് ചായ, ഇങ്ങനെ പതപ്പിച്ച ചായ, ഭയങ്കര ടേസ്റ്റ് ആണ്. ചേട്ടാ ഇരിയേട്ടാ. ചേട്ടൻ ഇവിടെ എത്ര നാളായി? 39 വർഷം. ചേട്ടന് പേരെന്താ? അപ്പൊ എന്താ ഇവിടെ ആയിരുന്നോ ആദ്യം പോലെ പരിപാടി? അച്ഛന്റെ കടയായിരുന്നോ? സർക്കാരിന്റെ സ്ഥാപനമാണ് ഇത്. അല്ല, ഞാൻ നടത്തുന്നത് ഇപ്പം ശമ്പളമല്ല, സർക്കാർ സ്ഥാപനത്തിൽ ഞാൻ റെന്റ് കൊടുത്ത് നടത്തുന്നു. ഇപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? എപ്പോ തുടങ്ങും ആക്ച്വലി കട? കട ഒരു രാവിലെ 6:00 സ്റ്റാർട്ട് ചെയ്യും. ഇച്ചിരി മധുരം കുറവുണ്ട്. ഇനിയിപ്പോ വേണ്ട, ഇനി തന്നെ ചൂടൊക്കെ പോയി രസം ഉണ്ടാവില്ല. അപ്പൊ രാവിലെ ഇപ്പൊ തുടങ്ങിട്ടാ? രാവിലെ 6:30 6:30 തുടങ്ങുന്നത്. അപ്പോഴേ ഉണ്ടാവോ ഈ ഭക്ഷണമൊക്കെ? ഇഡ്ഡലി, ദോശ, തിരക്കുണ്ടാവോ രാവിലെ? രാവിലെ അല്പം തിരക്കുണ്ടാവും. പിന്നെ അത് ചെറിയൊരു ബ്രേക്ക് വരുന്നത് 8:00 ശേഷം 9 വരെ. ബോട്ട് വരുന്നതനുസരിച്ചാണ് അവിടെ. പിന്നെ ലഞ്ചോ അങ്ങനെയുള്ളതൊക്കെയോ? ഉച്ചയ്ക്ക് ഊണൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെലവാകും? ഇത് മുഴുവൻ എല്ലാം ചെലവ്. ഇനി സാധനം വരാനുണ്ട്. ഇപ്പൊ വേറെ ഒരുപാട് സാധനം എടുക്കുന്നുണ്ട്. പൊറോട്ട എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ്. പൊറോട്ട മതി ആൾക്കാർ. അതിന് എന്ത് കറിയാ? മുട്ടക്കറി, മുട്ടക്കറിയുണ്ട്, കിഴങ്ങ് കറിയുണ്ട്, കടലക്കറിയുണ്ട്. ഇദ്ദേഹം മിസ്റ്റർ സുജിത് ഇവിടുത്തെ ഈ ബോട്ട് ജെട്ടിയിലെ സ്റ്റേഷൻ മാസ്റ്ററാണ്. സാധാരണ സ്റ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വയസ്സന്മാരെയാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ഇദ്ദേഹം ഒരു യങ് ആയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്ററാണ്. എത്ര വർഷം ഇവിടെ ജോയിൻ ചെയ്തിട്ട്? ഞാനിവിടെ ജോലി ശേഷം വന്നിട്ട് ഏകദേശം 2 വർഷമാണ്. ആണോ? നിങ്ങളുടെ ഇവിടുത്തെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ് ഇവിടുത്തെ? ഇവിടെ കൺട്രോളിങ് ആൻഡ് പിന്നെ ട്രാഫിക് എന്നാണ്. യാത്രക്കാർക്ക് വരുന്നവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. കൂടുതലും ഈ സൺഡേകളിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്. അത് ചിലപ്പം പുറത്തുനിന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എവിടെ ഫംഗ്ഷൻ? ഇവിടെ പുറത്ത് ഈ അക്കരെയുള്ള സ്ഥലങ്ങളിലേക്ക് അവരുടെ ബന്ധുക്കളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഏത് ബോട്ടിന് പോകണം. അങ്ങനെയുള്ളവർക്ക് നല്ല വിവരണം കൊടുക്കുക. പിന്നെ ടൂറിസ്റ്റുകൾ വരാറുണ്ട്.
മൺസൂൺ സീസൺ കുറവാണോ? കുറവാണ്. മഴ എൻജോയ് ചെയ്യാൻ വരില്ല ടൂറിസ്റ്റ്? മഴയും ചെയ്യാൻ അങ്ങനെ വരാറില്ല. പിന്നുള്ളത് കോട്ടയം സർവീസ് ആണ് നമുക്ക് കൂടുതൽ ലോങ് ആയിട്ടുള്ളത്. ഇവിടെ ഈ പറയിലേക്ക് കിടക്കുന്ന ഇങ്ങനെ ഹ്യൂജ് ബോട്ടുകൾ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ബോട്ടുകളാണ്. അത് എങ്ങോട്ടുള്ള സർവീസ് ചെയ്യുന്ന ബോട്ടുകൾ? ടൂറിസ്റ്റുകൾക്ക് പിന്നെ കൊല്ലം യാത്ര ചെയ്യാനായിട്ട്, അതായത് 8 മണിക്കൂർ ജേർണി ഉണ്ട് നമുക്ക് ഇവിടുന്ന് കൊല്ലം വരെ. 300 രൂപയാണ് അതിന്റെ ചാർജ്. വളരെ കുറവാണ്. കാരണം മറ്റു ബോട്ടുകൾ, സ്പെഷ്യൽ ബോട്ട് നമ്മളൊന്ന് പിടിച്ച് 1 മണിക്കൂറിന് 300 രൂപ. അത് 8 മണിക്കൂറാണ്. 8 മണിക്കൂറാണ് ഞങ്ങൾ 300. 1 മണിക്കൂറിന് 300 പ്രൈവറ്റ് ബോട്ടുകൾ. പിന്നെ സീസൺ ടൈം ആകും ആ 300 മേളിലേക്ക് കയറാം. ആൾക്കാർ പോവാറുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. ഇതറിഞ്ഞ് ഒത്തിരി പേര് വരാറുണ്ട്. യാത്രാ സുഖമാണ്. 8 മണിക്കൂർ ജേർണി. അപ്പർ ഡെക്കിൽ സൗകര്യമുണ്ട്. കുഷ്യൻ സീറ്റുകളൊക്കെയാണ്. മറ്റ് യാത്രാ ബോട്ടുകളൊക്കെ ഇച്ചിരി ഫെസിലിറ്റി കൂടുതലാണ്. വില കുറവാണ്. അതെ. പിന്നെ നല്ല ജീവനക്കാരെ അതുപോലെ തന്നെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും എല്ലാം അറിവുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ അതിനകത്ത് അയച്ചത്. നമ്മൾ രാവിലെ ഇവിടെ വന്നത്, ബോട്ട് വന്നത് തന്നെ ആർട്ട് ബ്ലോക്കിലേക്ക് പോകാനായിട്ടാണ്. ഇവിടെ വന്ന് ആക്ച്വലി 7:30 ഒരു ബോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വളരെ ടൈമിൽ പ്രോംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ 7:35 ആയപ്പോഴെത്തി. അപ്പോൾ ഇവിടെ ബോട്ടിൻ്റെ വഴിക്ക് പോയി. പിന്നെ അത് മാത്രമല്ല, നല്ല മഴയായതുകൊണ്ട് ജലനിരപ്പ് നന്നായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ട് സർവീസുകൾ ഇപ്പം ലേറ്റാണ്. ഇനി അടുത്ത ബോട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 9 മണി വരെ നമ്മൾ ഇവിടെ സ്ട്രക്റ്റാണ്. അടുത്ത ബോട്ട് വരുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങി.